പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് വന്നതിന് ശേഷം ഇന്ന് മിക്കവരും വ്യായാമം ചെയ്യുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലുള്ളവരും കൂടുതൽ ആൾക്കാരും ഇന്ന് ജിമ്മിനെയാണ് ആശ്രയിക്കുന്നത്. ജിമ്മിൽ വ്യായാമം ചെയ്യുമ്പോൾ അവർ ഒരു ദിവസം ഒരു തരത്തിലുള്ള വ്യായാമം അഡ്വൈസ് ചെയ്യും, രണ്ടാമത്തെ ദിവസം മറ്റൊരു തരം വ്യായാമമായിരിക്കും അവർ അഡ്വൈസ് ചെയ്യാറുള്ളത്. ഉദാഹരണമായിട്ട് ഒരു ദിവസം കാർഡിയോ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം അവർ റെസിസ്റ്റൻസ് വ്യായാമമായിരിക്കും ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമ്മൾ കാർഡിയോ വ്യായാമം ചെയ്യുമ്പോൾ അല്ലെ എയറോബിക് വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കാലറി അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് കാലറിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും അന്നജത്തിന് പ്രാധാന്യമുള്ള ഭക്ഷണ സാധനമാണ് കഴിക്കേണ്ടത്. പക്ഷേ അന്നജം പെട്ടെന്ന് തരുന്ന ചില ഭക്ഷണ സാധനങ്ങളുണ്ട്. ഉദാഹരണം ഗ്ലൂക്കോസ്, ഐസ്ക്രീം, ഡെസേർട്ട് തുടങ്ങിയവയൊക്കെ ദഹിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുന്ന പദാർത്ഥങ്ങളാണ്. അങ്ങനെയുള്ളവ കഴിക്കരുത്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുക. പക്ഷെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒരു സാധാരണ അളവിലുള്ള ഭക്ഷണ സാധനമാണ് കഴിക്കാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വ്യായാമം ചെയ്യുമ്പോൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, അവർക്ക് മസിൽ വല്ലാതെ പെരുപ്പിക്കണം, അതിനുവേണ്ടിയാണ് അവർ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ ഉപയോഗിക്കുന്നതും ശരിയല്ല. അങ്ങനെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കേണ്ട. പ്രോട്ടീൻ്റെ ആവശ്യകത അവരുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് പ്രോട്ടീൻ ഉള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ മതി. പ്രോട്ടീൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മൾ റെസിസ്റ്റൻസ് എക്സർസൈസ്, അതായത് വെയിറ്റ് എടുത്തുള്ള എക്സർസൈസ്, അത് ചെയ്യുമ്പോൾ ഫോഴ്സിന് എതിരായിട്ടാണ് നമ്മുടെ പേശികൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പേശികളിൽ ചെറിയ പരുക്ക് അല്ലെങ്കിൽ ചെറിയ ടയർ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് ഉണങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ആ സന്ദർഭത്തിൽ കഴിക്കേണ്ടി വരും. പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോട്ടീൻ പൗഡർ അല്ല നമ്മൾ കഴിക്കേണ്ടത്. അതിന് പകരം നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ മറ്റ് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാം. നമ്മൾ റെഡ് മീറ്റ് കഴിക്കരുത്, കാരണം അതിനകത്ത് പ്രോട്ടീൻ ധാരാളം ഉണ്ടെങ്കിലും അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ട്. അപ്പം നമ്മൾ വ്യായാമം കൊണ്ട് കിട്ടുന്ന പല പ്രയോജനങ്ങളും സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ട് അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള വ്യായാമത്തിന് പ്രയോജനം കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പ്രോട്ടീന് വേണ്ടി ആശ്രയിക്കേണ്ടത് നമുക്ക് ചിക്കൻ ഉപയോഗിക്കാം, നമുക്ക് മത്സ്യം ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്ക് മുട്ട ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ പ്ലാന്റ് പ്രൊഡക്ട്സ് ധാരാളമുണ്ട്. ബീൻസിനകത്തുണ്ട്, അച്ചിങ്ങാപ്പയറിനകത്തുണ്ട്, ചെറുപയറിനകത്തുണ്ട്, വൻപയറിനകത്തുണ്ട്, മുതിരയ്ക്കകത്തുണ്ട്, കടലയ്ക്കകത്തുണ്ട്, പരിപ്പിനകത്തുണ്ട്. ഇവയ്ക്കകത്തൊക്കെ പ്രോട്ടീൻ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന് പകരം ഏറ്റവും നല്ല ഒരു പദാർത്ഥമുണ്ട്, നമുക്ക് ബനാന സ്മൂത്തി കഴിക്കാം. അതായത് ബനാനയ്ക്കകത്ത് ധാരാളം ന്യൂട്രിയൻസ് അല്ലെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അല്പം പാല്, കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ അല്ലാത്ത മിൽക്കോ നമ്മൾ ചേർക്കുമ്പം അതിനകത്ത് കുറച്ച് പ്രോട്ടീൻ കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ ബനാന സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുന്നത്, വ്യായാമത്തിന് ശേഷം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, നമ്മൾ ഡീഹൈഡ്രേഷൻ ഒരിക്കലും ഉണ്ടാകരുത്. നിർജ്ജലീകരണം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ ബാധിക്കും. ഇംബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. താളം തെറ്റിക്കഴിയുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അത് വ്യായാമത്തിന് മുമ്പോ വ്യായാമം നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെ വ്യായാമത്തിന് ശേഷമോ നമുക്ക് വെള്ളം കുടിക്കാം. പിന്നെ ഒബീസിറ്റി ഉള്ളവരും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർ ആഹാരത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റും കൂടുതൽ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഊർജം അവരുടെ ശരീരത്തിൽ ചെല്ലും. അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതൽ ചെന്ന് കഴിഞ്ഞാലും അത് കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിലെത്തും. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് 4 കാലറി നൽകുമ്പോൾ 1 ഗ്രാം പ്രോട്ടീൻ ഏതാണ്ട് 8 കാലറി ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാലറി കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പ്രമേഹമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വ്യായാമം ചെയ്യുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെ രക്തത്തിലെ പഞ്ചസാര അമിതമായി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ കൂടുതൽ കാലറി അല്ലെ കൂടുതൽ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് തീരുകയാണ് ചെയ്യുന്നത്. അത് രക്തത്തിലെ ഗ്ലൂക്കോസ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് 70 മില്ലിഗ്രാമിന് താഴെ വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പോഗ്ലൈസീമിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അല്ലെ തലച്ചോറിനൊക്കെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഇങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ
അവർ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ പോക്കറ്റിൽ 2-3 ഗ്ലൂക്കോസ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് ഊർജമായിട്ട് മാറുന്ന എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ്, ഉദാഹരണമായിട്ട് സീഡ്സോ ഒക്കെ അവർ കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുന്നു എന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ ആ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ സീഡ്സോ അവർ വായിലിട്ട് ആ ഹൈപ്പോഗ്ലൈസീമിയ കറക്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ നമ്മൾ വ്യായാമം ചെയ്യരുത്. ആഹാരം കഴിച്ച് 2.5 മണിക്കൂറിന് ശേഷമേ നമ്മൾ വ്യായാമം ചെയ്യാവുള്ളൂ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഏത് തരം വ്യായാമമാണ് ചെയ്യുന്നത് എന്നനുസരിച്ച് നമ്മൾ ഭക്ഷണത്തിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.